Hello everyone, we are discussing about Chapter 5 Overheads. According to Blocker and Weltmer, overhead costs are the operating cost of a business or enterprise which cannot be traced directly to a particular unit of output. ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ജനറലി ഓവർഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ യൂസ്ഡ് സിനോണിമസ്ലി ബട്ട് ഇൻ റിയാലിറ്റി ദീസ് ആർ നോട്ട് വൺ ആൻഡ് ദി സെയിം. ശരിക്കും ഈ ഓവർഹെഡും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിനോണിമസ്ലി ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഓവർഹെഡും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ബട്ട് ഇൻ റിയാലിറ്റി ദീസ് ആർ നോട്ട് വൺ ആൻഡ് ദി സെയിം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെന്തല്ല, ഇത് കറക്റ്റായിട്ട് ഈ ഓവർഹെഡും ഇൻഡയറക്റ്റും ഒന്നല്ല, അതുപോലെ തന്നെ സെയിമും അല്ല. തിയറിറ്റിക്കലി ഓവർഹെഡ് ഈസ് മച്ച് വൈഡർ ദാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനേക്കാളും വൈഡാണ്. ദിസ് ഈസ് ബിക്കോസ് എ പാർട്ട് ഫ്രം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ ഓൾസോ ആർ ഇൻക്ലൂഡഡ് ഇൻ ഓവർഹെഡ്സ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓവർഹെഡ്സിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ നിന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയലിൽ നിന്നും ഇൻഡയറക്റ്റ് ലേബറിൽ നിന്നും ഒരു പാർട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ദസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓവർഹെഡിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അനദർ പോയിന്റ് ഈസ് ദാറ്റ് overheads are the estimated cost of indirect material, indirect labor and indirect expenses, but indirect expenses are the actual expenses incurred on various items which cannot be directly related with the individual units of output. അടുത്തൊരു പോയിന്റ് പറയുന്നത് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ഇൻഡയറക്റ്റ് ലേബറിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ആക്കാൻ പറ്റാത്ത ഒരു വേരിയസ് ഐറ്റംസ് ഉണ്ട്. ആ വേരിയസ് ഐറ്റംസിൻ്റെ ആക്ച്വൽ എക്സ്പെൻസസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. ഓവർഹെഡ്സിൽ മെയിനായിട്ട് 5 സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്, റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്, അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ്. ഓവർഹെഡ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് തന്നെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. There are 4 different types of classification of overheads. First one, classification according to function. Second one, classification according to elements. Classification according to behavior. Classification according to controllability. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ, അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ഫങ്ഷൻ ഓവർഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ഫാക്ടറി ഓവർഹെഡ്സ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ഓവർഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്സ്. ഈ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ തന്നെ 5 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫാക്ടറി ഓവർഹെഡ്സ് ആണ്, അതുപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ഓവർഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്സ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എലിമെൻറ്റ്സ് ആണ് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു എലിമെൻറ്റ്സ്, ഓവർഹെഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3, namely indirect material, indirect labor, indirect expenses. എലമെൻസുമായിട്ട് ഓവർഹെഡ്സിനെ നോക്കുകയാണെങ്കിൽ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ നേച്ചർ ആണ്. അതിൽ തന്നെ 3 തരത്തിൽ അതിനെ
ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ ഓവർഹെഡ്. ഫസ്റ്റ് വൺ പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ്സ്. ഫിക്സഡ് ഓവർഹെഡ്സ് ആർ ദോസ് ഓവർഹെഡ്സ് വിച്ച് ഡു നോട്ട് വാരി ഡയറക്ട്ലി വിത്തൗട്ട് വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ വോളിയമായിട്ട് ഡയറക്ട്ലി വ്യത്യാസപ്പെടുത്താത്ത ഒരു ഓവർഹെഡാണ് ഫിക്സഡ് ഓവർഹെഡ്സ്. ദീസ് റിമെയിൻ ഫിക്സഡ് ഫോർ എ ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇത് നിൽക്കുന്നത് ഒരു ഫിക്സഡ് ആയിട്ടാണ്. എങ്ങനെ? ഒരു ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി കിട്ടും. അതുപോലെ തന്നെ പീരീഡ് ഓഫ് ടൈമിലും നിൽക്കുന്ന ഒരു ഫിക്സഡ് ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ്, ലീഗൽ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. വേരിയബിൾ ഓവർഹെഡ്സ് ആർ ദോസ് ഓവർഹെഡ്സ് വിച്ച് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഓർ ആക്ടിവിറ്റി ലെവൽ. ആക്ടിവിറ്റി ലെവലിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഉണ്ടാകും. ആ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വ്യത്യാസപ്പെട്ടിരിക്കും. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് വേരിയബിൾ ഓവർഹെഡ്സ് വിൽ ഓൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതെങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ വേരിയബിൾ ഓവർഹെഡ്സ് ഇൻക്രീസ് ആവും. പ്രൊഡക്ഷൻ ഡിക്രീസ് ആകുമ്പോൾ വേരിയബിൾ ഓവർഹെഡ്സ് എന്താകും? ഡിക്രീസ് ആവും. ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, പവർ ആൻഡ് ഫ്യൂവൽ എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെമി വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. സെമി വേരിയബിൾ ഓവർഹെഡ്സ് ആർ ദോസ് ഓവർഹെഡ്സ് വിച്ച് ആർ നെയ്തർ ഫുള്ളി ഫിക്സഡ് നോർ ഫുള്ളി വേരിയബിൾ. ദേ ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. സെമി വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫുള്ളി ഫിക്സഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ഫുള്ളി വേരിയബിൾ ആയിരിക്കും. ദി ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബിൽഡിംഗ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലിഫോൺ ചാർജസ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ്, സൂപ്പർവൈസേഴ്സ് സാലറി എക്സെട്ര. അടുത്ത ക്ലാസിഫിക്കേഷൻ, അതായത് ഫൈനൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി. According to controllability, overheads are classified into two: controllable overheads and uncontrollable overheads. First one, controllable overheads. Controllable overheads are those which can be controlled effectively if proper management control is exercised. കൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർഹെഡ്സ് ആണ് കൺട്രോളബിൾ ഓവർഹെഡ്സ്. കൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. കാരണം വേരിയബിൾ ഓവർഹെഡ്സ് ഇതെന്താണ്? കൺട്രോളബിൾ ആണ്. അൺകൺട്രോളബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ഓവർഹെഡ്സ് ആർ ദോസ് വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, കൺട്രോളിനും അപ്പുറത്ത് ഉള്ള ഒരു ഓവർഹെഡ്സ് ആണ് അൺകൺട്രോളബിൾ ഓവർഹെഡ്സ്. അൺകൺട്രോളബിൾ ഓവർഹെഡ്സിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ്സ്. ഫിക്സഡ് ഓവർഹെഡ്സ് ആർ അൺകൺട്രോളബിൾ. താങ്ക് യു.